റീസെന്റ്ലി യുടെ അംബാസിഡർ ടു ഇസ്രായേൽ നടത്തിയ ഒരു പ്രസ്താവന മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല മുഴുവൻ ലോകത്തെ തന്നെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും മിഡിൽ ഈസ്റ്റിനെ എത്തരത്തിലാണ് നോക്കിക്കാണുന്നത്, എന്താണ് ഇതായിരുന്നോ ഇവരുടെയൊക്കെ ഫ്യൂച്ചർ പ്ലാൻ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇതിൽ പ്രതികരിച്ചുകൊണ്ട് സൗദി അറേബ്യയും പാകിസ്ഥാനും സമേതം നിരവധി രാജ്യങ്ങൾ ഒരു കാരണവശാലും ഇതിനെ അംഗീകരിച്ചു കൊടുക്കുവാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ കൈപ്പിടിയിലാക്കുവാൻ ഇസ്രായേലിനെ ഒരു കാരണവശാലും തങ്ങൾ സമ്മതിക്കില്ല എന്ന്. നമുക്ക് കാണാം ഇവിടെ യുടെ അംബാസിഡർ ടു ഇസ്രായേൽ മൈക്ക് ഹക്കബി നടത്തിയ ആ വിവാദപരമായ പ്രസ്താവനയെ പറ്റിയുള്ള ആർട്ടിക്കിൾ. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ഇന്റർവ്യൂവിൽ വെച്ച് ലോകപ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ ടക്കർ കാൾസൺ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിന് മേൽ തങ്ങളുടെ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിച്ചാൽ, അതായത് മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ എങ്ങാനും ആക്രമിച്ച് കീഴടക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, നാം ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ ഭൂപടത്തിൽ കാണുവാൻ സാധിക്കും പടിഞ്ഞാറ് ഈജിപ്ത് മുതൽ വടക്ക് ടർക്കിയുടെ വലിയൊരു ഭാഗവും കിഴക്ക് ഇറാനും തെക്ക് സൗദി അറേബ്യയും ഒമാനും യമനും എല്ലാം അടങ്ങുന്ന വലിയൊരു ലാൻഡ് ഏരിയ ആണിത്. എപ്രകാരമാണോ ഇസ്രായേൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ എക്സ്പാൻഷൻ ആരംഭിച്ചിരിക്കുന്നത്, നമുക്കറിയാം മുൻപ് വെറും ഒരു ആശയം മാത്രമായിരുന്ന ഗ്രേറ്റർ ഇസ്രായേൽ എന്ന കൺസെപ്റ്റ് ഇപ്പോൾ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇത്തരത്തിൽ ഇസ്രായേൽ ഇപ്പോൾ സീരിയസ് ആയി ഫോക്കസ് ചെയ്യുവാൻ ആരംഭിച്ച ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ഈ കൺസെപ്റ്റ് അനുസരിച്ച് ഭാവിയിൽ ഇസ്രായേലിന്റെ ഭൂപടം ഏകദേശം ഇപ്രകാരമായിരിക്കും. ഇതിൽ നമുക്ക് കാണാം സിറിയ, സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങി പല രാജ്യങ്ങളുടെയും വലിയൊരു ലാൻഡ് ഏരിയ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതേപ്പറ്റി ഇദ്ദേഹത്തോട് ഇന്റർവ്യൂവർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇസ്രായേലിന്റെ ജനനം തന്നെ മുഴുവൻ മിഡിൽ ഈസ്റ്റിന്റെ മേലെയും ആധിപത്യം സ്ഥാപിക്കുവാനാണ് എന്നായിരുന്നു. ഇറ്റ് ഈസ് ഫൈൻ ഇഫ് ദേ ടുക്ക് ഇറ്റ് ഓൾ. ഇത് വളരെ വലിയൊരു പ്രസ്താവനയാണ്. മൈക്ക് ഹക്കബി എന്നത് ഡൊണാൾഡ് ട്രംപിന്റെ വളരെ അടുത്ത ആളാണെന്നും ട്രംപുമായി ദിവസേന സമ്പർക്കം പുലർത്തുന്ന ഒരു വ്യക്തിയാണെന്നും ഓർക്കണം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇത് ഇങ്ങനെ വെറുതെ പറഞ്ഞതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ വരും കാലത്ത് ഇസ്രായേലിനെ ഇത്തരത്തിൽ വിപുലീകരിച്ച് മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടത്തെ തന്നെ മാറ്റിയെഴുതുക എന്നത് യുടെ ഒരു ലാർജർ ജിയോ പൊളിറ്റിക്കൽ പ്ലാൻ ആണെങ്കിൽ അത് അങ്ങേയറ്റം ഗൗരവകരമായ ഒരു കാര്യമാണ്. അഥവാ അങ്ങനെ സംഭവിച്ചാൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്നത് 21ാം നൂറ്റാണ്ടിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ഇവന്റ് ആയിരിക്കും. ഇത് ലോകരാഷ്ട്രീയത്തെ എന്നേക്കുമായി മാറ്റിയെഴുതിയേക്കും. ഇതുകൊണ്ടാണ് ഏറെക്കുറെ മുഴുവനായി ആശ്രയിക്കുന്ന ഒരു രാജ്യമായിട്ട് പോലും പാകിസ്ഥാൻ ഇസ്രായേലിന്റെ ഈ വിസ്താരവാദത്തെ അനുകൂലിച്ച അംബാസിഡറുടെ പ്രസ്താവനയെ അപലപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. ഈ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ടക്കർ കാൾസൺ പറയും, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നെയിൽ മുതൽ യൂഫ്രട്ടീസ് നദി വരെ നീണ്ടുകിടക്കുന്ന ഏകദേശം മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഉൾപ്പെടുന്ന ഈ ഭൂപ്രദേശം അബ്രഹാമിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സന്തതികളായ ജൂതന്മാർക്ക് ലഭിക്കുമെന്ന്. അതിനർത്ഥം എന്താണ്? മുഴുവൻ മിഡിൽ ഈസ്റ്റും നാളെ ഇസ്രായേലിന്റെ അധീനതയിലാകുമെന്നാണോ? ഇതിന് മൈക്ക് ഹക്കബിയുടെ മറുപടി, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് അബ്സല്യൂട്ട്ലി ഫൈൻ എന്നായിരുന്നു. This particular area that we're talking about now, Israel, is a land that God gave through Abraham to a people that he chose. It was a people, a place, and a purpose. We can look at it that way. What land are you talking about? Because I just read Genesis 15, as I have many times. Mm-hmm. And that land, I think it says, from the Nile to the Euphrates, which is, once again, basically the entire Middle East. Does Israel have the right to that land? Because you're appealing to Genesis. Yeah. You're saying that's the original deed. It would be fine if they took it all. It would be fine if they took it all. വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ഈ ഒരു പ്രസ്താവന വന്ന ഉടൻ മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടുത്തെ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു അലർട്ട് മൂഡിലായിരിക്കുകയാണ്. ഇവരെല്ലാം ചിന്തിക്കുകയാണ്, എന്താണ് യുടെ ലോങ് ടൈം പ്ലാൻ എന്നത്? ഇസ്രായേലിന്റെ മിഡിൽ ഈസ്റ്റിലെ എക്സ്പാൻഷന് സഹായിക്കുക, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന കൺസെപ്റ്റിന് പൂർണ്ണ പിന്തുണ നൽകുക എന്നതാണോ എന്ന്. ഇതേ സമയം തന്നെ നമുക്ക് കാണാം, ഗാസയുടെ ഭൂരിഭാഗം പ്രദേശവും ഇസ്രായേൽ ഇപ്പോൾ തങ്ങളുടെ കൈപ്പിടിയിലാക്കിയിരിക്കുകയാണ്. അവിടെ വളരെ കുറച്ച് പ്രദേശം മാത്രമേ ഇനിയും ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകുവാനായി അവശേഷിക്കുന്നുള്ളൂ. അടുത്തിടെ വന്ന ചില സൂചനകൾ അനുസരിച്ച് ഇവർ ഉടൻ തന്നെ വെസ്റ്റ് ബാങ്കിനെയും പിടിച്ചടക്കുവാനുള്ള നടപടികൾ ആരംഭിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ ഇവിടെ കാണുന്നത് യുഎന്നിന്റെ ഇതേക്കുറിച്ചുള്ള പ്രതികരണമാണ്. അന്റോണിയോ ഗുട്ടറസ്, യുഎൻ ചീഫ്, ഇവിടെ പറയുകയാണ്, വെസ്റ്റ് ബാങ്കിലെ ലാൻഡ് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ച ഇസ്രായേലിന്റെ നീക്കത്തെ യുഎൻ അപലപിക്കുന്നുവെന്ന്. ഗാസ മുനമ്പിന് ശേഷം പലസ്തീന്റെ 60% വരുന്ന വെസ്റ്റ് ബാങ്ക് എന്ന പ്രദേശത്തും ഇസ്രായേൽ ലാൻഡ് രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, ഭാരതം സമേതം 100ഓളം രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ഈ വെസ്റ്റ് ബാങ്ക് നീക്കത്തിനെതിരെ കടുത്ത ആശങ്ക അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊന്നും വകവെക്കാതെ ഇസ്രായേൽ തങ്ങളുടെ പ്ലാൻ അനുസരിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടെ കാണാം നമുക്ക് ഇതുകൊണ്ട് ഇസ്രായേലിന് യാതൊരു കുലുക്കവുമില്ല എന്ന്. അടുത്തു തന്നെ ഇസ്രായേൽ പിഎമ്മിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. ഇതിൽ അദ്ദേഹം പറയുകയാണ്, നമുക്കൊരു വിഷൻ ഉണ്ട്, എന്റെ കൺമുൻപിൽ ഒരു സിസ്റ്റം എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്ന്. ഇതിൽ മെഡിറ്ററേനിയനിൽ തുടങ്ങി മിഡിൽ ഈസ്റ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സഖ്യത്തെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ഈ അലയൻസിൽ ഇന്ത്യ ഉണ്ടായിരിക്കും. ഒപ്പം മിഡിൽ ഈസ്റ്റിലെ അറബ്
രാജ്യങ്ങളും ആഫ്രിക്കൻ കൺട്രീസും ഒപ്പം തന്നെ മെഡിറ്ററേനിയൻ രാജ്യങ്ങളായ ഗ്രീസും സൈപ്രസും ചില ഏഷ്യൻ രാജ്യങ്ങളും ഉൾപ്പെടുന്നു. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന ഈ ആക്സിസിന്റെ ഉദ്ദേശം നമുക്കിവിടെ കാണാം. യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നതിനോടൊപ്പം വെല്ലുവിളികളെയും ലക്ഷ്യങ്ങളെയും ഒരേ കണ്ണിലൂടെ കാണുന്ന, ഒരേ രീതിയിൽ ചിന്തിക്കുന്ന രാജ്യങ്ങളുടെ ഈ സംഘടന തീവ്ര വിചാരധാരയിൽ ജീവിക്കുന്ന റാഡിക്കൽ ഷിയ ആക്സിസിനെതിരെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറാനെയാണ്. ഒപ്പം റാഡിക്കൽ സുന്നി ആക്സിസിനെതിരെയും പ്രവർത്തിക്കും. ഇതൊരുപക്ഷെ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാൻ പോലുള്ള തീവ്ര ഇസ്ലാമിക് രാജ്യങ്ങളെ ആയിരിക്കും. നെതന്യാഹുവിന്റെ ലക്ഷ്യം ഇവിടെ ക്ലിയർ ആണ്. ഇന്ത്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന മിഡിൽ ഈസ്റ്റ് വഴി കടന്നുപോകുന്ന ഒരു കോറിഡോർ. ഇതിനെയാണ് ഇവിടെ ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത്. ഐമക് എന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ പ്രാവർത്തികമാകുമ്പോൾ അത് ഇസ്രായേൽ കേന്ദ്രമായിരിക്കുന്ന ഒരു സാമ്പത്തിക ഇടനാഴി മാത്രമായിരിക്കില്ല. അത് ഇസ്രായേൽ എന്ന രാജ്യത്തെ ചുറ്റിപ്പറ്റിയാകും യാഥാർത്ഥ്യമാകുക. കാരണം ആ സമയത്തിനുള്ളിൽ ഇസ്രായേൽ ഈ പ്രദേശത്ത് മിഡിൽ ഈസ്റ്റിൽ അത്ര വലിയൊരു രാജ്യമായി വ്യാപിച്ചിട്ടുണ്ടായിരിക്കും. ഒപ്പം ഈയിടെയായി ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യം വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുള്ളതാണ്. മുൻപെല്ലാം ഒരു ആശയം മാത്രമായിരുന്ന ഗ്രേറ്റർ ഇസ്രായേലിനെ പറ്റി നമുക്കിവിടെ കാണാം നെതന്യാഹു പറയുന്നത് ഇദ്ദേഹം ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് സ്പിരിച്വൽ മിഷനിലാണ്. ഒപ്പം തന്നെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആശയത്തോട് വലിയൊരു ഇമോഷണൽ കണക്ഷൻ ഇദ്ദേഹത്തിന് ഫീൽ ചെയ്യുവാനും സാധിക്കുന്നുണ്ട് എന്ന്. നെതന്യാഹു ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ ആൻഡ് സ്പിരിച്വൽ കണക്ഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ കാണുന്നതാണ് ചരിത്രപരമായി ബൈബിളിൽ ഇസ്രായേലിന്റെ ഭൂപടം. നമുക്ക് കാണാം ഇസ്രായേൽ നിലവിലുള്ളതിലും വലിയൊരു രാജ്യമായിരുന്നു. ഇതിൽ ജോർദാൻ, സിറിയ, ഈജിപ്ത് തുടങ്ങി നിരവധി രാജ്യങ്ങളുടെ വലിയൊരു ഭൂപ്രദേശവും ഉൾപ്പെടുന്നു. ഇതേ കൺസെപ്റ്റിന്റെ തന്നെ മറ്റൊരു വശം എന്തെന്നാൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭൂരിഭാഗം സപ്പോർട്ടേഴ്സും ഇതേ ബൈബിളിലും ഇതേ ആശയത്തിലും വിശ്വസിക്കുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആണ്. ഇവരും ഇസ്രായേലിന്റെ ഇതേ കൺസെപ്റ്റിനെ പിന്തുണയ്ക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ യുടെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ വളരെ ഭംഗിയായി ഫിറ്റാകുന്ന ഒരു കാര്യമാണിത്. ഒപ്പം തന്നെ യുടെ പ്രോ അലയായ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലെ വലിയൊരു ഭാഗം കീഴടക്കുകയോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുകയോ ചെയ്യുന്നത് യുടെ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിലും പെർഫെക്റ്റ്ലി ഫിറ്റാകും. ഇനി ഇതെല്ലാം നമ്മുടെ ഭാരതത്തെ എത്തരത്തിലാകും ബാധിക്കുക എന്ന് ചോദിച്ചാൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആശയം ഇന്ത്യയെ ഏതെങ്കിലും രീതിയിൽ കാര്യമായി ബാധിച്ചേക്കില്ല. ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് കൂടുതലും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. ഉദാഹരണമായി ഇപ്പോൾ ഇന്ത്യൻ PM നടത്തുന്ന ഇസ്രായേൽ സന്ദർശനത്തിൽ വെച്ച് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം സ്കൈസ്റ്റിംഗ് എന്ന് പേരുള്ള ഒരു മിസൈൽ പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഇതൊരു എയർ ടു എയർ ലോങ് റേഞ്ച് മിസൈൽ ആണ്. ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ പോയി ശത്രുവിനെ ആക്രമിക്കുവാൻ ശേഷിയുള്ള ഈ മിസൈൽ ഇന്ത്യൻ എയർഫോഴ്സിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് കാണാം ഇന്ത്യയും ഇസ്രായേലുമായുള്ള ബന്ധം കൂടുതലും ഇക്കണോമിയെയും മിലിറ്ററിയെയും ചുറ്റിപ്പറ്റിയാണ്. ഗ്രേറ്റർ ഇസ്രായേലോ മൈനർ ഇസ്രായേലോ എന്തു വന്നാലും അത് നമുക്കൊരു കാര്യമല്ല. അതിന്റെ ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് ഇന്ത്യയുടെ മേൽ ഉണ്ടായിരിക്കില്ല. എന്നാൽ അതേസമയം തന്നെ ഇന്ത്യ എന്ന രാജ്യം അന്താരാഷ്ട്ര വേദികളിൽ UN പോലുള്ള സംഘടനകളിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള വിസ്താരവാദത്തെ സപ്പോർട്ട് ചെയ്യാത്ത, അതേസമയം അതിനെയൊക്കെ നിശിതമായി വിമർശിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.